ഹലോ കൂട്ടുകാരെ, ഈശോയുടെ മക്കൾക്ക് സുഖാണോ? അപ്പോൾ ഒത്തിരി നാളായി ഞാൻ വചനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട്. കാരണം ഞാൻ ഫിസിക്കലി അത്ര ഓക്കെ അല്ലായിരുന്നു. ഭയങ്കര വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സിക്കായിരുന്നു. ഇപ്പോഴും ഡ്യൂട്ടിക്ക് പോയി തുടങ്ങിയിട്ടില്ല, അപ്പോൾ ഓക്കെ വരുന്നേ ഉള്ളൂ. എന്നാലും ഇന്ന് ഈശോയുടെ വചനമായിട്ട് മുമ്പിൽ വരാൻ സാധിച്ചതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്ന പ്രഭാഷകൻ 11-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിലൂടെയാണ്. ദരിദ്രനെ സമ്പന്നനാക്കുവാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. അപ്പം നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന വചനമാണ്. കാരണം പലപ്പോഴും വിചാരിച്ചിരിക്കുക, എനിക്കിന്ന് ഇത്രയും കടമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ബാധ്യതകളുണ്ട്, വീട് പണിതിട്ടില്ല, മക്കളുടെ വിവാഹം നടത്തിയിട്ടില്ല, അങ്ങനെ പലതും ആയിരിക്കും. പക്ഷെ ആ ആകുലതയെ നോക്കിയിട്ട് ഈശോ പറയുകയാണ്, ഈശോയ്ക്ക് നമ്മുടെ അവസ്ഥ മാറ്റാൻ ഒരു നിമിഷം മതിയെന്ന്. എന്ത് പ്രാരാബ്ധമാണോ, അവസ്ഥയാണോ, ബുദ്ധിമുട്ടാണോ, അതിനെ ഒരത്ഭുതമാക്കി മാറ്റുവാൻ. മറ്റുള്ളവർ എന്തെല്ലാം പറഞ്ഞോട്ടെ, അവർ പറഞ്ഞോട്ടെ, ഒന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരോ ബന്ധുക്കളോ കൂട്ടുകാരോ ആര് വേണമെങ്കിലും എന്ത് വേണം പറഞ്ഞോട്ടെ, പക്ഷേ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ എന്ത് മതി? ഒരു നിമിഷം മതി. അപ്പം ഈശോയുടെ മക്കൾ എന്ത് ചെയ്താൽ മതി? ഈശോയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്ത് ഈശോയോട് പ്രാർത്ഥിച്ചാൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും, വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, വൻ കാര്യങ്ങളെ സാധ്യമാക്കും. അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം, ബായ്.